മോഡൽ വേരിയന്റ് സ്പോർട്സ് ആണ് വേരിയന്റ്. ഫോഗ് ലാമ്പൊക്കെ വരുന്നത് 2018 ടൈറ്റാനിയം വേരിയന്റ്. ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കിലോമീറ്റർ 37 ഓടിയിട്ടുള്ളൂ. വേണം 2015 മോഡൽ LXi വേരിയന്റ് ആണ്. മോഡൽ VXi മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 9 ഓൾട്ടോ LX മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ. ഒരു 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് നമ്മുടെ ട്രൂ വാല്യൂവിലാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തൈക്കാട്, നമ്മുടെ പോലീസ് ഗ്രൗണ്ട് ഓപ്പോസിറ്റാണ്. നമ്മുടെ സജീവേട്ടനുണ്ട്. ചേട്ടാ വീഡിയോ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വീണ്ടും പുത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? ഇപ്രാവശ്യം എല്ലാം ബഡ്ജറ്റ് കാരണമല്ലോ, ഒരുപാട് ബഡ്ജറ്റ് കസ്റ്റമറുണ്ട്. നമ്മുടെ ഓൾട്ടോയുടെ ഇയോണ്, അതുപോലെ വാഗണർ എല്ലാം സാധാരണക്കായിട്ട് നല്ല കളക്ഷൻ വരുന്നുണ്ട്. ചേട്ടാ ഇപ്പം അങ്ങനെ നമ്മുടെ പ്രൈസ് വല്ലതും കുറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. വണ്ടി അതുപോലെ വാറണ്ടി വരുന്നുണ്ടല്ലോ? മാരുതി വണ്ടികളിൽ വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് 2019 തൊട്ടുള്ള വാറണ്ടി, 2021 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കാം. പിന്നെ അല്ലാതെ വരുന്ന 22 തൊട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് 1 ഇയർ വാറണ്ടി, ഫ്രീ സർവീസും കൊടുക്കാം. മാരുതിയുടെ തന്നെ കൊടുക്കാം. ഓക്കെ. ലോൺ സ്റ്റാർട്ട് ചെയ്ത് 2016 തൊട്ടുള്ളതിന് 5 വർഷത്തെ സ്കീമിൽ ചെയ്യാൻ പറ്റും. അല്ല, കുറച്ച് താഴെ വരുമ്പോഴത്തേക്കും 2014 ചെയ്യാം, 3 വർഷം വരെ ചെയ്യാൻ പറ്റും. 12 മുതൽ വേണം ചെയ്യാം അല്ലേ? 12, 13 തൊട്ട് ചെയ്യാം. 13 ചെയ്യാം, 13, 14, 15 ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ലൊക്കേഷൻ ഒന്നും പറയാം, തിരുവനന്തപുരം നമ്മൾ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട്. സജീവേട്ടാ, ഫസ്റ്റ് വേണ്ടി ഒരു ഓൾട്ടോ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓൾട്ടോ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2009 ഓൾട്ടോ LX മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ. ഒരു 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. 69 ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ മേജറായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളോ റീപ്ലേസോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ ആണ് വണ്ടി. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ്. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. LX മോഡലാണ്. AC മാത്രമുള്ള മോഡലാണ്. ബോഡി വലിയ കുഴപ്പമില്ല, ഒരു ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മതി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 90,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 90,000 രൂപ. ടയർ കണ്ടീഷൻ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. 90 രൂപ അല്ലേ? അതെ. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് ഓൾട്ടോ 800. 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വെഹിക്കിൾ വരുന്നത്. 28,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഓക്കെ. ആ ടയറൊക്കെ 28,000 ഓടിന്റെ ആ ഒരു മാത്രമേ ഉള്ളൂ. ബോഡിക്ക് ചെറിയ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ആയി കൊടുക്കില്ല? ക്ലിയർ ചെയ്യാന്നുള്ളത് ജസ്റ്റേ ഉള്ളൂ. അതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റീരിയോ വരുന്നില്ല. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, സിംഗിൾ എയർ ബാഗ് അല്ലേ? സിംഗിൾ എയർ ബാഗ്. ഓക്കെ. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടല്ലോ? സെൻട്രൽ ലോക്ക് വരുന്നില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 330 പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ്. അതെ. നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എത്ര വരും? ഫിനാൻസ് നമുക്ക് 85% ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഒരു 20% അടച്ചാൽ മതി, ബാക്കി ചെയ്യാൻ പറ്റും. അതോടെ നെക്സ്റ്റ് ഓൾട്ടോ 800. എങ്ങനെയാണ്? 2022 മോഡൽ LXi വേരിയന്റ്. സിംഗിൾ ഓണർ. 17,000 കിലോമീറ്റർ ഓടി. അത്ര ഓടിയുള്ളൂ? അതെ. ലോ കിലോമീറ്റർ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ട്രിവാൻഡ്രം വണ്ടി അല്ലേ? ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി, ഫ്രീ സർവീസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. കണ്ടീഷൻ ആ തേയ്മാനം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. ബോഡി ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ മൈനോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ബമ്പറിലുള്ള ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ABS എയർ ബാഗ് വരുന്ന മോഡൽ ആണ്. സിംഗിൾ എയർ ബാഗ് അല്ല, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. 2021 മോഡലല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരാൻ 3.5 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 3.5. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5 വർഷത്തേക്ക് 80% വരെ ചെയ്യാൻ പറ്റും. സജീവയുടെ നെക്സ്റ്റ് ഇയോൺ 2013 മോഡൽ. ഇയോൺ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലേ? ഇയോൺ 2013 ഡിലീറ്റ് മോഡലാണ്. ഡിലീറ്റ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 64,000 കിലോമീറ്റർ. ഓക്കെ. വണ്ടി ഓടിച്ചല്ലേ? അതെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, പക്ഷേ ബോഡിയൊക്കെ നീറ്റ് അല്ലേ കേട്ടോ? ബോഡി നീറ്റ് ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ ചെറിയ ഡാമേജ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. സോണിൻ്റെ സ്റ്റീൽ ഇരിപ്പുണ്ട്. ഇതിനകത്ത് AC-യും പവർ സ്റ്റിയറിംഗും മാത്രം. പവറിന്റെ ആയതുകൊണ്ട് പവറിന്റെ വരത്തില്ല, പക്ഷേ ബോഡിയൊന്നും കുഴപ്പമില്ല. കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? 1.65 കൊടുക്കാം നമുക്ക്. 1.60 ഫൈനലായിട്ട് 1.65 കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ ഇതിനകത്ത് വരുന്നത് 2 വർഷത്തേക്ക് 2 വർഷത്തേക്കുള്ളത്. 2015 മോഡൽ VXi മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 67,000 കിലോമീറ്റർ. കമ്പനി സർവീസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ഇരിക്കുകയാണ്.
വണ്ടിയുടെ ചെറിയ സ്ക്രാച്ചസ് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ മേജറായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, സീറ്റ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇൻബിൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് അല്ലേ ചേട്ടാ? അതെ. ഓക്കെ, വാഗണാർ VXI പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് മൈലേജ് എന്തായാലും ഒരു 15 റേഞ്ച് വരില്ല കേട്ടോ? 15 റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 330. 330 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ചേട്ടാ? ഫിനാൻസ് നമുക്കിത് 4 കൊല്ലത്തേക്ക് ചെയ്യാം, 2015 മോഡൽ ആയതുകൊണ്ട്. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു എബോവ് 60% ടയർ ഉണ്ടല്ലേ? ഓക്കെ, വാഗണാർ എങ്ങനെയാണ്? വാഗണാർ 2015 മോഡൽ LXI വേരിയൻ്റ് ആണ്. LXI. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 97,000. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് സർവീസ് ഒക്കെ ഉണ്ട്, കമ്പനി സർവീസ്. ഓക്കെ, ടയർ കണ്ടീഷൻ ടയർ ബാക്ക് ആവറേജ് ആണ്, ഫ്രണ്ട് പുത്തനുണ്ടല്ലേ? ടയറാണ്. ബോഡിയൊക്കെ കൊള്ളാം കേട്ടോ. ഓക്കെ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, സീറ്റ് കവർ ഉണ്ട്. LXI ആകുമ്പോഴത്തേക്കും AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ വണ്ടി, വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം LXI ആണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്, 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. ഇപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 280. 280. 2015 വാഗണാർ LXI. ഓക്കെ, ലോണോ? ലോൺ ചെയ്യാം, നമുക്ക് 4 വർഷത്തെ സ്കീമിൽ ചെയ്യാൻ പറ്റും. 80% വരെ ചെയ്യാം. ഓക്കെ, അപ്പം സജീവയുടെ അടുത്ത് വീണ്ടും റെഡ് ഇയോൺ. അതെ, ഇയോണിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് റെഡ് ഇയോൺ ആണല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇവൻ സ്റ്റോക്കിൽ കൂടുതൽ ഇയോണായിട്ടുണ്ട്. ഇത് 2016 മോഡൽ. 16 മോഡൽ. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഇറ വേരിയന്റ് ആണ്. ഓക്കെ, 34,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഓട്ടം കുറവാണ് വണ്ടി. ഓട്ടം കുറവാണല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, ബോഡിയൊക്കെ കൊള്ളാം കേട്ടോ, ബോഡിയെല്ലാം വൃത്തിയും ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റീരിയോ സോണിയുടെ കെൻവുഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ അതെ. ടയർ കണ്ടീഷൻ ഒരു 67% ടയർ ഉണ്ട് കേട്ടോ. ഓക്കെ, ബോഡി ഒന്നും കുഴപ്പമില്ല, ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? ഇതിന്റെ പ്രൈസ് 220. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെയാണ്? ഫിനാൻസ് 5 വർഷം സ്കീമിൽ ചെയ്യാം, 80% ചെയ്യാം. ഓക്കെ, അടുത്ത് ഒരു പുതിയ മോഡൽ ചെയ്യുവാണല്ലേ? അതെ, ലേറ്റസ്റ്റ് മോഡൽ 2016 മോഡൽ. വേരിയന്റ് ഏതാ? സ്പോർട്സ് ആണ് വേരിയന്റ്. അപ്പം ഈ ഫോഗ് ലാമ്പൊക്കെ വരുന്നത്. ഓക്കെ, സ്റ്റിക്കറിങ് വരുന്നുണ്ട്. 16 ഓണർഷിപ്പ് കിലോമീറ്റർ ആയിട്ടാ? ഓണർഷിപ്പ് സിംഗിൾ ആണ്, 47,000 കിലോമീറ്റർ ആണ്. ഓക്കെ, 40,000 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ട്രിവാൻഡ്രം വണ്ടിയാണ്. ടയർ 4 പുത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ? അതെ അതെ, പുതിയ ടയറാണ് കിടക്കുന്നത്. ഓക്കെ, 4 ടയറിന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എയർ ബാഗ് വരുന്ന മോഡലാണ്. എയർ ബാഗ് വരുന്ന മോഡൽ അല്ലേ? സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ നീറ്റ് ആയിരിപ്പുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ഇൻബിൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. എല്ലാം വർക്കിംഗ് ആണല്ലോ കേട്ടോ? എല്ലാം വർക്കിംഗ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നുമില്ല. ഓക്കെ, കമ്പനി സർവീസ് തന്നെ ആയിരിക്കുമല്ലോ? അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഹ്യുണ്ടായി ഇയോൺ 2016 സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 220. സ്പോർട്സ് ആണല്ലേ വേരിയന്റ്? സ്പോർട്സ് വേരിയന്റ് ആണ്. ഓക്കെ, ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ, തീർച്ചയായും. ഫിനാൻസ് എത്രയാണ് അപ്പോൾ? ഫിനാൻസ് നമുക്ക് 85% ചെയ്യാൻ പറ്റും. 5 വർഷത്തെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ചേട്ടാ, അടുത്ത വണ്ടി ബലേനോ? 2019 മോഡൽ ഡെൽറ്റയാണ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് ആണ്, 51,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസിനാണല്ലോ കേട്ടോ? ഏതാ സർവീസ്? പുറത്താണ് കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ 70% ടയർ ഉണ്ട്. മൈനോട് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നുമില്ല കേട്ടോ? ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്, മാത്രമേ ഉള്ളൂ. സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, നല്ല വൃത്തി ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇൻബിൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, 4 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, നമ്മുടെ എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഹെഡ് ലാമ്പ് പ്രൊജക്ടറാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 620 വരുന്നത് പ്രൈസ്. 620 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ഓക്കെ, ഫിനാൻസ് ഇപ്പോൾ എങ്ങനെയാണ്? ഫിനാൻസ് 85% ചെയ്യാം, 5 ഇയർ സ്കീമിൽ ചെയ്യാൻ പറ്റും. സജീവേട്ടാ, അടുത്ത് ഫോർഡ് ഫിഗോ. അതെ, ന്യൂ ഷേപ്പ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഫിഗോ ഡീസലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബാക്കി മോഡൽ വരുമ്പോഴത്തെ 2018 ടൈറ്റാനിയം വേരിയന്റ്. ഫുൾ ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കിലോമീറ്റർ 37 ഓടിയിട്ടുള്ളൂ. ഡീസൽ ലോ കിലോമീറ്റർ വെഹിക്കിൾ. ഇങ്ങനെ ഫിഗോ കിട്ടാൻ കുറച്ച് പാടാണ്. അതെ, തീർച്ചയായിട്ടും. ഇത്ര വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. അതെ. ടൈറ്റാനിയം ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ബോഡിക്ക് നീറ്റ് ഉണ്ട്, TDCI ടൈറ്റാനിയം നീറ്റ് വണ്ടിയില്ല, സ്ക്രാച്ച് പോലും ഇല്ല. അതെ, നീറ്റ് ആയിട്ടുള്ള വണ്ടി, സ്ക്രാച്ചസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, മൈലേജ് എന്തായാലും ഒരു 18-20 മൈലേജ് കിട്ടും. ഓക്കെ, അതിനകത്ത് സീറ്റൊക്കെ ഫാബ്രിക്കാണ്, പക്ഷേ മെയിൽ മെയിൻറ്റൈൻ ഉണ്ട്, നീറ്റ് ഇരിപ്പുണ്ട്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 പവറിൻ്റെ AC പോസ്റ്റിംഗ്, എയർ ബാഗ്, ഓട്ടോമാറ്റിക് കേസ് എല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചേട്ടാ ഫോർഡ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഡിമാൻഡുള്ള വണ്ടിയായിരുന്നു. അല്ല, സർവീസ് സപ്പോർട്ട് ഉണ്ട്. കൈരളി ഫോർഡ് സർവീസ് ഉണ്ട്. സർവീസ് ഉണ്ട്, കുഴപ്പമില്ല, അവർ കുഴപ്പമില്ല. ഓക്കെ, അപ്പം എങ്ങനെയാ ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 465. 468. ആ, സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ, 37 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കേൾസൂർ വണ്ടർ വണ്ടി അല്ലേ? വണ്ടി. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്ര കയറും? നമുക്ക് 85% 85 ചെയ്യാൻ പറ്റും. 5 ഇയർ സ്കീമിൽ ചെയ്യാൻ പറ്റും. ചേട്ടാ നെക്സ്റ്റ് ബലാനോ? ബലാനോ ഇത് 2018 മോഡൽ. 18 മോഡൽ. ആ, ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര ഓടിയിട്ടുള്ളൂ. ആ, ഓക്കെ. ബലാനോ ഓട്ടോമാറ്റിക്, പെട്രോൾ. ഓക്കെ, ടയർ കണ്ടീഷൻ ആ ഒരു തേയ്മാനം ഉള്ളൂ കേട്ടോ. അതെ, 27 ഓടിയുടെ തേയ്മാനേ ഉള്ളൂ. അലോയ്സ് വരുന്നുണ്ട്. വേരിയന്റ് ആണ്. കീലസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സീറ്റൊക്കെ ഫാബ്രിക് ആണ്, സോറി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, പുഷ് സ്റ്റാർട്ട്, 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ. പ്രൊജക്ട് ഹെഡ് ലാമ്പ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബലോനോ മൈലേജിന് എങ്ങനെയാ? ഓട്ടോമാറ്റിക് എന്തായാലും ഒരു 12 റേഞ്ച്, 12-15 റേഞ്ച് കിട്ടും. AMD അല്ലേ? AMD. വലിയ വ്യത്യാസം അതിനെ ഡ്രോപ്പ് വരാൻ സാധ്യതയില്ലല്ലേ? CVT ആണ്. AMD അല്ല, CVT ആണ്. CVT ആകുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. അതെ, പെർഫോമൻസ് ലാഗ് കാര്യങ്ങളൊന്നും മൈലേജ് ചിലപ്പോൾ താഴും. AMD വെച്ച് നോക്കാൻ കുറച്ച് കുറവാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? 610 ആണ് പ്രൈസ്. 610. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസ് ചെയ്യാം, നമുക്ക് 80% ചെയ്യാം. ഓക്കെ, ചേട്ടാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ട്, ഇനി സ്റ്റോക്കിൽ കിടപ്പുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ശരി, അടുത്ത പുതിയ സ്റ്റോക്കുകളും വരുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. തീർച്ചയായിട്ടും.